എല്ലാവർക്കും നമസ്കാരം. കൊല്ലത്ത് നിന്നുള്ള സബിത ചേച്ചി കുറേ ദിവസമായിട്ട് അനുഭവം അയച്ചു തന്നിട്ട് എന്ന് പറയൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് പറയാണ്, കേൾക്കാമല്ലോ. എഴുതിയതിൽ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് തോന്നുന്നു. അത് ചിലപ്പം തെറ്റായിരിക്കാം ചില ഭാഗങ്ങളിൽ ഞാൻ വായിക്കുന്നത്, ക്ഷമിക്കുക. ഞാൻ ഗുരുവായൂരിൽ 20 വർഷത്തിന് ശേഷം നവംബർ 12-ന് ഞാനും മകനും കൂടി പോകുന്നു. അന്നാണെങ്കിൽ ഞാൻ 2024 മാർച്ച് മാസം മുതലാണ് ത്രിമധുരം ചാനൽ കാണുന്നത്. കൂടാതെ ഗുരുവായൂരിൽ ഡിവോട്ടീസ് ചാനലും കാണും. ഇത് രണ്ടും എന്നെ ഗുരുവായൂരിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. 2022 മുതൽ എനിക്ക് ഗുരുവായൂരിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ 24 നവംബർ മാസം 5-ാം തീയതിയിൽ എൻ്റെ മനസ്സിൽ ഗുരുവായൂർ പോകണമെന്ന ചിന്ത വരുന്നു. ഞാൻ പൊങ്കാല ഇടുന്നു വീട്ടിൽ. അതായത് ഞായറാഴ്ച പൊങ്കൽ, നവംബർ മാസം 3 സൺഡേ ആണ്. നവംബർ 2-ന് സാറ്റർഡേ പൊങ്കാല ഇടാൻ തീരുമാനിക്കുന്നു. പക്ഷേ പതിവില്ലാതെ ഭയങ്കര മടി. 7 മാസമായി പൊങ്കാല ഇടുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പൊങ്കാല നവംബർ 10 തീയതി ഇടാൻ തീരുമാനിച്ചു. നവംബർ 10 ഞായറാഴ്ച പൊങ്കാല ഇട്ടു. ഈവനിങ്ങിൽ പോകാമെന്ന് കരുതി. പക്ഷേ ക്ഷീണം കാരണം പോകാൻ പറ്റിയില്ല. അങ്ങനെ ഡേറ്റ് മാറ്റി നവംബർ 11-ന് ഗുരുവായൂർ പോയി. അന്ന് പ്രത്യേകത ഉണ്ട്. 12-ാം തീയതി തുലാമാസത്തെ ഏകാദശിയാണ്. എനിക്ക് ഏകാദശിയിൽ ഗുരുവായൂരിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം തിരക്ക് പേടിച്ചിട്ട്. പക്ഷേ ഭഗവാൻ എന്നെ ഏകാദശിയിൽ വരുത്തിച്ചു. ഞാനും മോനും 7:45-ന് കൊല്ലത്ത് നിന്നും ട്രെയിൻ കയറി ഗുരുവായൂരിൽ നവംബർ 12-ന് 2 മണിക്ക് എത്തി. ഫ്രഷായി 4 മണിക്ക് നടയിലെത്തി. 5.5 മണിക്കൂർ ക്യൂ നിന്നു. ലൈനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലൈനിൽ നേരെ അവിടെ ഫസ്റ്റ് കൊണ്ട് എന്നെ നിർത്തിയിട്ടോ. തുലാമാസത്തെ ഏകാദശിയിൽ 5 പൂജ ഉണ്ടായിരുന്നല്ലോ. ഗുരുവായൂർ ഏകാദശിയിലെ 5 പൂജകൾ ഉണ്ടായിരുന്നു. നാലമ്പലത്താൽ അകത്ത് കയറാൻ നേരവും ഞാൻ ക്യൂവിൻ്റെ മുമ്പിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളെ ശ്രീകോവിലിൽ ഭഗവാനെ കാണാൻ കണ്ണൻ അകത്ത് കയറ്റിവിടുന്ന സമയം വളരെയധികം കുറച്ച് പേരെ കയറ്റിവിട്ടുള്ളൂ കേട്ടോ. 10-12 പേര്. ഞാനും ഭഗവാന്റെ അലങ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ചാനൽ വഴി കേൾക്കുന്നുണ്ടൊക്കെയായിരുന്നു. പക്ഷേ നാലമ്പലത്തിൽ എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ല. കാരണം മുഴുവൻ ഇരുട്ട് മാത്രം. സ്വർണ്ണ നിറത്തിൽ എന്തോ കാണാം, പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല അത് ഓടക്കുഴലാണെന്ന്. എൻ്റെ ഉള്ളിൽ പേടി, സെക്യൂരിറ്റി മാറിപ്പോകാൻ പറയുന്നു. പക്ഷേ അവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കയറി വരുന്ന വഴിയിലുള്ള നാലമ്പലത്തിൽ ഒരു സെക്യൂരിറ്റി ഇല്ലായിരുന്നു. എനിക്ക് ഭഗവാനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വന്നതാണ്. അങ്ങനെ 5 മിനിറ്റോളം ഞാൻ അവിടെ നിന്നു. ഞാൻ ഭഗവാനെ കണ്ടിട്ട് പോകത്തുള്ളൂ എന്ന വാശിയിൽ ഞാൻ അവിടെ നിന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാന്റെ റൈറ്റ് സൈഡിലെ കാൽഭാഗം തെളിഞ്ഞു വന്നു. അപ്പോഴേക്കും പിറകുവശത്ത് സെക്യൂരിറ്റി മാറിപ്പോകാൻ പറഞ്ഞു. എല്ലാവർക്കും കാണണമല്ലോ എന്ന്. അങ്ങനെ ഞാൻ വിഷമിച്ച് ഭഗവാന്റെ അലങ്കാരം ഒന്നും കാണാൻ പറ്റാത്ത വിഷമം മനസ്സിൽ. അന്നേരം ഞാൻ ചിന്തിക്കുന്നത്, അപ്പുറത്തെ സൈഡിലൊരു വാതിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭഗവാനെ നല്ലപോലെ കാണാൻ പറ്റുമായിരുന്നു. ഞാൻ 2 സ്റ്റെപ്പ് വെച്ച് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി, അവിടെ വാതിലുണ്ടോ എന്ന്. ഞാൻ എന്താണോ ചിന്തിച്ചത്, അവിടെ ഒരു സ്റ്റെപ്പ് ഓടിക്കൂടിയ ഒരു വാതിൽ ഞാൻ കണ്ടു. ഞാൻ അന്തം വിട്ടു. അവിടെ ഭഗവാന്റെ മുഖം നീലമുടിയിൽ പീലി, നിലവിളക്ക് മായാതെ നിൽക്കുന്നു. നിലവിളക്ക് എനിക്ക് ഭഗവാനെ കാണാൻ വേണ്ടിയാണ്. ഭഗവാനെ കാണുമ്പോൾ ഭഗവാന്റെ കണ്ണ് കറുത്ത കൃഷ്ണമണി ഉണ്ടായിരുന്നു. ഭഗവാൻ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. എനിക്ക് കാണാൻ പ്രയാസമാണ് എന്ന മട്ടിൽ കണ്ണിറുക്കി കാണിച്ചു. അപ്പോൾ ഭഗവാന്റെ മുഖം അവിടെ നിന്ന് മാഞ്ഞു പോയിട്ട് വാതിലിൻ്റെ വലത്തേ സൈഡ് വന്നു. അതായത് എൻ്റെ അടുത്ത്. ആദ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഗായകൻ്റെ കണ്ണ് മാതിരി ശില അങ്ങനെയായിരുന്നു കണ്ണുണ്ടായിരുന്നത്. പിന്നീട് അത് അവിടെ നിന്നും മാഞ്ഞുപോയി. ഇത് ശ്രീകോവിലിൻ്റെ അകത്ത് പോയി. ഞാൻ എന്ത് കാണാനാണോ ആഗ്രഹിച്ചത് അതെനിക്ക് കാണിച്ചു തന്നു. അതായത് ആദ്യം മത്സ്യാവതാരം, പിന്നെ കൊച്ചുകൃഷ്ണൻ, തടിച്ചുരുണ്ട ശ്രീകോവിലിൻ്റെ അന്തരീക്ഷത്തിൽ സുദർശന ചക്രം. എനിക്ക് എൻ്റെ ഈ ജന്മത്തിൽ എനിക്ക് ഏറ്റവും കിട്ടിയ വലിയ ഭാഗ്യം. ഇനി ഞാൻ എത്ര ജന്മമെടുത്താലും ഇതുപോലെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കൂടാതെ ചന്ദനം വാങ്ങി വെക്കാൻ വാഴയിലയില്ല. അങ്ങനെ ഞാനും മോനും രുദ്രതീർത്ഥക്കുളത്തിൻ്റെ അടുത്ത് പ്രസാദം ഊട്ട് കഴിക്കാൻ നിൽക്കുമ്പോൾ ആരോ ഒരാൾ വാഴയില കൊണ്ടുവച്ചിട്ട് പോയി. ആ വാഴയിലയിൽ നല്ല ഉരുണ്ട ആകൃതിയിൽ കളഭവും പൂവും. എൻ്റെ ഈ ജന്മത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം. ഇത് ആരും വിശ്വസിക്കുന്നില്ല എനിക്കറിയാം. എൻ്റെ പേര് സബിത എന്നാണ്. ഞാൻ ഈ അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സുകൊണ്ട് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് എഴുതി അയക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ഈ ഒരു അനുഭവം അവസാനം ആ കളഭ ഉരുള കൊണ്ടെത്തുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, കിട്ടിയ ആ ഒരു സന്തോഷം കുളക്കടവിൽ വെച്ചിട്ട്. അപ്പോൾ അത് മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനിടയ്ക്ക് ഒരു ഗായകൻ്റെ കാര്യം പറഞ്ഞത് അത് എനിക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അത് ഞാൻ അതേപടി വായിച്ചു എന്നേ ഉള്ളൂ. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മൊത്തത്തിലുള്ള അനുഭവത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂരിൽ കാണാൻ അമ്മയും മോനും കൂടിയല്ലേ ഒറ്റയ്ക്കല്ലേ വരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവാനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അതിയായ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആ ചേച്ചിയുടെ മനസ്സിൽ തോന്നുകയാണ് മറ്റേ ഭാഗത്തൊരു വാതിലുണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ആ വാതിലിൻ്റെ അടുത്ത് ആ ഭാഗത്തുനിന്ന് തിരിഞ്ഞു നോക്കിയപ്പം ഭഗവാൻ ഈ ചേച്ചിയെ കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇതാ ഇങ്ങോട്ട് നോക്കിക്കോളൂ എന്ന്. അത് മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് ഭഗവാൻ തെളിഞ്ഞ് കാണുകയാണ് അല്ലേ. അതൊരു ഭാഗ്യം തന്നെയല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരാം. ഹരേ കൃഷ്ണ. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ ഹരേ കൃഷ്ണ.